ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെം ബികോമിലെ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഈ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് എ പ്രൊഫഷണൽ ഓഡിറ്റർ. അതായത് ഒരു പ്രൊഫഷണൽ ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസും ക്വാളിഫിക്കേഷനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 3 ഹെഡിങ് ആണ് പഠിക്കാനുള്ളത്. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഓർ സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ, അത് ഫസ്റ്റത്തെ. സെക്കൻഡാണ് പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഓർ പേഴ്സണൽ ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ, അത് സെക്കൻഡ്. തേർഡ് പറയുന്നതാണ് ജനറൽ ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. അങ്ങനെ 3. ഓക്കെ, അപ്പോൾ ഇതിൽ 3 നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഈ ജനറലൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. പ്രൊഫഷണൽ ക്വാളിറ്റീസും അതുപോലെയൊക്കെ തന്നെയാണ്, സിമ്പിളാണ്, എല്ലാം സിമ്പിളാണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇമ്പോർട്ടൻ്റ് ആണ്, മേ ബി SC ഒക്കെ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ഹെഡിങ് നോക്കാം. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഓർ സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ്, ഇൻ ദ കേസ് ഓഫ് സോൾ ട്രേഡിംഗ് കൺസേൺ ആൻഡ് പാർട്ട്ണർഷിപ്പ് ദ ലോ ഹാസ് നോട്ട് പ്രിസ്ക്രൈബ്ഡ് എനി ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ. അതായത് ഒരു സോൾ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഏകവ്യക്തി സ്ഥാപനം, അതായത് ഒരൊറ്റ വ്യക്തി മാത്രമേ അതിൽ ഓണറായിട്ടോ മാനേജ്മെൻറ്റോ എല്ലാം ഒരൊറ്റ വ്യക്തിയായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലോ ആണ് ഓഡിറ്റിംഗ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ഓഡിറ്റിംഗ് നടത്തുന്ന വ്യക്തി ഓഡിറ്റർ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഓഡിറ്റർക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു ക്വാളിഫിക്കേഷൻ ഒന്നും പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല നിയമത്തിൽ എന്നാണ് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് സോൾ ട്രേഡിംഗ് കൺസേൺ ആൻഡ് പാർട്ട്ണർഷിപ്പ് ദ ലോ ഹാസ് നോട്ട് പ്രിസ്ക്രൈബ്ഡ് എനി ക്വാളിഫിക്കേഷൻ ഫോർ ആൻ ഓഡിറ്റർ. അത് സോൾ ട്രേഡിങ്ങും പാർട്ട്ണർഷിപ്പും ആണെങ്കിൽ അവിടെ നടത്തുന്ന ഓഡിറ്റർക്ക് അങ്ങനെ ഒരു പറയുന്നില്ല, ഒരു പ്രത്യേകമായുള്ളൊരു ക്വാളിഫിക്കേഷനൊന്നും പ്രിസ്ക്രൈബ്ഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ദ ലോ ഹാസ് നോട്ട് പ്രിസ്ക്രൈബ്ഡ് എനി ക്വാളിഫിക്കേഷൻ ഫോർ ആൻ ഓഡിറ്റർ. ഓക്കെ, എന്നാൽ ഇൻ ദ കേസ് ഓഫ് ഓഡിറ്റേഴ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ദ ഓഡിറ്റർ മസ്റ്റ് ബി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വിത്തിൻ ദ മീനിങ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആക്ട് 1949. He must pass Chartered Accountant CA examination conducted by the Institute of Chartered Accountants of India. എന്നാൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഓഡിറ്റിംഗ് നടത്തുന്ന ഓഡിറ്റർക്ക് എന്തായാലും CA എക്സാമിനേഷൻ പാസ്സായിട്ടുള്ള ഒരാളായിരിക്കണം എന്നാണ് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ഓഡിറ്റേഴ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ദ ഓഡിറ്റർ മസ്റ്റ് ബി എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വിത്തിൻ ദ മീനിങ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആക്ട് 1949. He must pass Chartered Accountant examination conducted by the Institute of Chartered Accountant of India ICAI നടത്തുന്ന CA എക്സാമിനേഷൻ പാസ്സായിട്ടുള്ള ആളായിരിക്കണം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ എന്ത് നടത്തുന്നത്, ഓഡിറ്റിംഗ് നടത്തുന്നത് എന്നാണ് പറയുന്നത്. അതാണ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഓർ സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ, അതായത് ആ ഓഡിറ്ററുടെ വിദ്യാഭ്യാസ യോഗ്യത. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ്, ഇത് രണ്ടാമത്തെയാണ് പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഓർ പേഴ്സണൽ ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ. ഓഡിറ്ററുടെ പ്രൊഫഷണൽ ക്വാളിറ്റീസ് അല്ലെങ്കിൽ പേഴ്സണൽ ക്വാളിഫിക്കേഷൻസ്, അതായത് അദ്ദേഹത്തിൻ്റെ നോളജ്. ഓക്കെ, അതിൽ ഫസ്റ്റ് പറയുന്നതാണ്, ദ ഓഡിറ്റർ മസ്റ്റ് ഹാവ് എ കംപ്ലീറ്റ് ആൻഡ് ത്രൂ നോളജ് ഓഫ് ദി പ്രിൻസിപ്പിൾസ്, തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ദി അക്കൗണ്ടൻസി. അതായത് ഒരു ഓഡിറ്റർക്ക് കംപ്ലീറ്റ് നോളജ് ഉണ്ടായിരിക്കണം, കംപ്ലീറ്റ് ആൻഡ് ത്രൂ നോളജ് ഓഫ് ദി, എന്തിനെക്കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കേണ്ടത്, അക്കൗണ്ടൻസിയുടെ പ്രിൻസിപ്പിൾസും തിയറിയും പ്രാക്ടീസിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ത്രൂ നോളജ് ആർക്ക് ഉണ്ടായിരിക്കണം, ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ദ ഓഡിറ്റർ മസ്റ്റ് ഹാവ് എ കംപ്ലീറ്റ് ആൻഡ് ത്രൂ നോളജ് ഓഫ് ദി പ്രിൻസിപ്പിൾസ്, തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ദി അക്കൗണ്ടൻസി. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന പോയിൻ്റാണ്, ഹി ഷുഡ് ഹാവ് എ ത്രൂ നോളജ് ഇൻ വാരിയസ് ലെജിസ്ലേഷൻ റെഗുലേറ്റിംഗ് ബിസിനസ് സച്ച് ആസ് കമ്പനീസ് ആക്ട്, ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്, ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എക്സെട്ര. അതായത് ഒരു കൊമേഴ്സ്യൽ ലോ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ ആക്റ്റുകളും അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ലെജിസ്ലേറ്റീവ് റെഗുലേറ്റ് ബിസിനസ് കമ്പനീസ് ആക്ടിനെ കുറിച്ചിട്ടും ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിനെ കുറിച്ചിട്ടും ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആക്ട്, അതായത് ഒരു നോളജ് ഓഫ് കൊമേഴ്സ്യൽ ലോ, അത്രയേ ഉള്ളൂ കേട്ടോ. കൊമേഴ്സ്യൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കൊമേഴ്സ്യൽ ലോനെ കുറിച്ചുള്ള ഒരു നോളജ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ്, ഇൻ അഡീഷൻ ടു ദി നോളജ് ഓഫ് കൊമേഴ്സ്യൽ ലോസ് ആൻ ഓഡിറ്റർ ഷുഡ് ഹാവ് എ ത്രൂ നോളജ് ഓഫ് ദി വാരിയസ് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, വാറ്റ്, ഗിഫ്റ്റ് ടാക്സ് എക്സെട്ര. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കൊമേഴ്സ്യൽ ലോ ആണ് ഈ പറഞ്ഞതൊക്കെ. ഓക്കെ, ഇതൊക്കെ കൊമേഴ്സ്യൽ ലോ ആണ്. അപ്പോൾ ഇൻ അഡീഷൻ ടു ദി നോളജ് ഓഫ് കൊമേഴ്സ്യൽ ലോസ്, കൊമേഴ്സ്യൽ ലോയ്ക്ക് പുറമേ, കൊമേഴ്സ്യൽ ലോ അത്തരത്തിലുള്ള നോളജിന് പുറമെ എൻ ഓഡിറ്റർ ഷുഡ് ഹാവ് ത്രൂ നോളജ് ഓഫ് ദി വാരിയസ് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഇൻകം ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വെൽത്ത് ടാക്സ്, വാറ്റ്, ഗിഫ്റ്റ് ടാക്സ്, അതിനെക്കുറിച്ചിട്ടുള്ള
നോളജും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ദ ഓഡിറ്റർ ഷുഡ് ഹാവ് എ ത്രൂ നോളജ് ഓഫ് ദി ടെക്നിക്സ് ഓഫ് ഓഡിറ്റിംഗ്. അതായത് ഓഡിറ്റിങ്ങിനെ കുറിച്ചുള്ള ടെക്നിക്സിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് നോളജ് ഉണ്ടായിരിക്കണമല്ലോ, അതും ദ ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ദ ഓഡിറ്റർ ഷുഡ് ഹാവ് എ ത്രൂ നോളജ് ഓഫ് ദി ടെക്നിക്സ് ഓഫ് ഓഡിറ്റിംഗ്. ഓക്കെ. പിന്നെ ദ ഓഡിറ്റർ ഷുഡ് ബി ഫെമിലിയർ വിത്തിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആൻഡ് എക്കണോമിക് ലോസ്. അതായത് എക്കണോമിക്സിനെ കുറിച്ചിട്ടും അതിൻ്റെ നിയമങ്ങളെ കുറിച്ചുള്ള പ്രിൻസിപ്പിളിനെ കുറിച്ചുള്ളൊരു നോളജ്. ദ ഓഡിറ്റർ ഷുഡ് ബി ഫെമിലിയർ വിത്ത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആൻഡ് എക്കണോമിക് ലോസ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് എൻ ഓഡിറ്റർ ഷുഡ് ഹാവ് എ ഗുഡ് നോളജ് ഇൻ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്. അതായത് ഒരു ഓഡിറ്റർക്ക് എന്തിനെക്കുറിച്ചുള്ള നോളജാണ് ഉണ്ടായിരിക്കേണ്ടത്? ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ചിട്ടും ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ളൊക്കെ ഒരു നോളജ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ദ ഓഡിറ്റർ ഷുഡ് ഹാവ് നോളജ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് വിച്ച് വിൽ ഹെൽപ്പ് ഹിം ടു ഡീൽ വിത്ത് കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ്. അതായത് കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് എല്ലാം ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റർക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചിട്ടും മാത്തമാറ്റിക്സിനെ കുറിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് നോളജ് ഉണ്ടായിരിക്കണം. ദ ഓഡിറ്റർ ഷുഡ് ഹാവ് നോളജ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് വിച്ച് വിൽ ഹെൽപ്പ് ഹിം ടു ഡീൽ വിത്ത് കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ്. ഓക്കെ. നെക്സ്റ്റ് പോയിൻ്റ് ആണ് ദ ഓഡിറ്റർ മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ദ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആൻഡ് അതർ ഓട്ടോമാറ്റിക് മെഷീൻ ഡിവൈസസ് യൂസ്ഡ് ഇൻ ദി ഓഫീസ്. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് മെഷീൻ ഡിവൈസിനെ കുറിച്ചിട്ടൊക്കെയുള്ള അത് പരിചയസമ്പന്നമായിരിക്കണം. അതായത് അത് യൂസ് ചെയ്യാൻ അറിയണം, ഫെമിലിയർ ആയിരിക്കണം അത് യൂസ് ചെയ്യുന്നത്. ദ ഓഡിറ്റർ മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ദ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആൻഡ് അതർ ഓട്ടോമാറ്റിക് മെഷീൻ ഡിവൈസസ് യൂസ്ഡ് ഇൻ ദി ഓഫീസ്. കാരണം ഓഫീസിൽ അത് യൂസ് ചെയ്യാനുണ്ടാകും. ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു നോളജ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതായത് അതൊന്നും യൂസ് ചെയ്യാൻ അറിയാണ്ട് അങ്ങോട്ട് ഒരു ഓഡിറ്ററാന്ന് പറഞ്ഞ് അത്രയേ ഉള്ളൂ അത്. ഓക്കെ. പിന്നെ ഹി മസ്റ്റ് സ്റ്റഡി ഇമ്പോർട്ടൻറ്റ് ജഡ്ജ്മെൻറ്റ് ഇൻ ഓഡിറ്റ് കേസസ് വിച്ച് വിൽ ഹെൽപ്പ് ഹിം ടു ഡിഫൈൻ ദ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. അതായത് ഇമ്പോർട്ടൻറ്റ് ജഡ്ജ്മെൻറ്റ് കേസസിനെ കുറിച്ചിട്ടൊക്കെ എന്ത് സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരിക്കും. ഹി മസ്റ്റ് സ്റ്റഡി ഇമ്പോർട്ടൻറ്റ് ജഡ്ജ്മെൻറ്റ് ഇൻ ഓഡിറ്റ് കേസസ്. ഓക്കെ. വിച്ച് വിൽ ഹെൽപ്പ് ഹിം ഡിഫൈൻ ദ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഓഡിറ്ററെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഓർ പേഴ്സണൽ ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്ററുടെ കേസിൽ പറയാനുള്ളത്. പിന്നെ മൂന്നാമത് പറയുന്നതാണ് ജനറൽ ക്വാളിറ്റീസ് ഓർ പേഴ്സണൽ ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. ഒരു ഓഡിറ്റർക്ക് വേണ്ട ജനറൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ആൻ ഓഡിറ്റർ മസ്റ്റ് ബി ഹോണസ്റ്റ് ഇൻ ഹിസ് വർക്ക്. അതായത് ഇഫ് ഹി ഹാസ് ടു ക്യാരി ഔട്ട് ഹിസ് ഡ്യൂട്ടി സക്സസ്ഫുള്ളി. അതായത് ഹോണസ്റ്റ്ലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വർക്ക് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ, അതുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഹി മസ്റ്റ് ബി ടാക്ട്ഫുൾ ഇൻ ഡീലിംഗ് വിത്ത് ക്ലയൻസ്. അതായത് അദ്ദേഹത്തിൻ്റെ ക്ലയൻസുമായിട്ട് അദ്ദേഹം നയപരമായിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ദ ഓഡിറ്റർ ഷുഡ് ബി ടാക്ട്ഫുൾ ഇൻ ഡീലിംഗ് വിത്ത് ദ ക്ലയൻറ്റ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് എബിലിറ്റി ടു ഹാർഡ് വർക്ക്. അതായത് ഫോർ സക്സസ് ഇൻ ഓഡിറ്റ് ഹി മസ്റ്റ് ഹാവ് എ പെയിൻസ്റ്റാക്കിംഗ് ആറ്റിറ്റ്യൂഡ് ആൻഡ് വില്ലിങ്നെസ് ടു ഡു ഹാർഡ് വർക്ക്. അതായത് ആ ഒരു ഓഡിറ്റ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതിലുള്ളൊരു വില്ലിങ്നെസ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. പിന്നെ നെക്സ്റ്റ് പറയുന്ന പോയിൻ്റാണ് ഹി ഷുഡ് ബി ഇംപാർഷ്യൽ. ഇംപാർഷ്യൽ എന്ന് പറയുമ്പോൾ നിഷ്പക്ഷമായിരിക്കണം എന്നാണ്. ഓക്കെ. അതായത് ദ ഓഡിറ്റർ ഷുഡ് നോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ എനി ബയാസ് ബൈ ഡിസ്ചാർജിങ് ഹിസ് ഡ്യൂട്ടീസ്. അതായത് മറ്റൊന്നും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. അതായത് നിഷ്പക്ഷമായിട്ട് മറ്റൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാത്ത രീതിയിൽ ശരിയായ രീതിയിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്യണം, ജോലി ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് കോഷ്യസ് ആൻഡ് വിജിലൻറ്റ്. കോഷ്യസ് എന്ന് പറയുമ്പോൾ ജാഗ്രതയായിട്ടും അതുപോലെ തന്നെ വിജിലൻറ്റ് എന്ന് പറയുമ്പോൾ എൻ ഓഡിറ്റർ മസ്റ്റ് ബി വിജിലൻറ്റ് ഇൻ ഹിസ് വർക്ക്. അതുപോലെ തന്നെ കോഷ്യസ് എന്ന് പറയുമ്പോൾ ജാഗ്രത, അതായത് നമ്മുടെ എപ്പോഴും എല്ലാ കണ്ണും തുറന്നു വയ്ക്കുക, അങ്ങനെ പറയില്ലേ. ഹി ഷുഡ് ഓൾവേസ് പ്രൊസീഡ് വിത്ത് ഹിസ് ഐസ് ഓപ്പൺ ആൻഡ് ബി അലേർട്ട്. അതായത് എന്ത് സംഭവിക്കാം, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജാഗ്രതയോട് കൂടിയിട്ട് വേണം അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടും ഓഡിറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ. അതാണ് ജനറൽ ക്വാളിറ്റീസിൽ പറയുന്ന കോഷ്യസ് ആൻഡ് വിജിലൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ ഹി മസ്റ്റ് പെർഫോം ഹിസ് ഡ്യൂട്ടീസ് മെത്തോഡിക്കലി. അതായത്
രീതിശാസ്ത്രപരമായിട്ട് വേണം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഹി മസ്റ്റ് പെർഫോം ഹിസ് ഡ്യൂട്ടീസ് മെത്തോഡിക്കലി ആൻഡ് ഷുഡ് നോട്ട് ബി ത്രൂ ആൻഡ് കംപ്ലീറ്റ് ഇൻ ഹിസ് വർക്ക്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്ന പോയിൻ്റാണ് എബിലിറ്റി ടു ട്രേസ് ഔട്ട് ഫാക്റ്റ് ആൻഡ് ഫിഗർ. അതായത് ഫാക്റ്റും ഫിഗറും ട്രേസ് ചെയ്യുന്നതിനുള്ള ഒരു എബിലിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓഡിറ്റർ ഷുഡ് പോസസ് എ റിയലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ടുവേർഡ് ഹിസ് വർക്ക്. ഹി ഷുഡ് ബി ഏബിൾ ടു ട്രേസ് ഔട്ട് ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് എബിലിറ്റി ടു മെയിൻറ്റെയിൻ സീക്രട്ട്. അതായത് സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഒരു എബിലിറ്റി വേണം. അതായത് നമ്മൾ അറിയാണ്ട് പോലും അത് ക്ലയൻസിൻ്റെ അടുത്ത് പറഞ്ഞു പോകരുത്, അത്തരത്തിലുള്ളതാണ് എബിലിറ്റി ടു മെയിൻറ്റെയിൻ സീക്രട്ട്. അതായത് ദ ഓഡിറ്റർ ഷുഡ് നോട്ട് ബി ഡിസ്ക്ലോസ് ദ സീക്രട്സ് ഓഫ് ഹിസ് ക്ലയൻസ് ടു എനിബഡി. ഓക്കെ, പിന്നെ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുമ്പോൾ an auditor must have the ability to prepare audit report correctly and forcefully, precisely and clearly. അതായത് ഒരു ഓഡിറ്ററുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ഓഡിറ്റ് റിപ്പോർട്ട് കറക്റ്റായിട്ടും ഫോഴ്സ്ഫുള്ളിയും പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ an auditor should possess a good common sense. അതായത് കോമൺ സെൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്? ജനറൽ ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്ററിൻ്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 തരത്തിലുള്ള ക്വാളിറ്റീസും ക്വാളിഫിക്കേഷൻസും ആയിരുന്നു. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഓർ സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷൻ ക്യാൻ ഓഡിറ്റർ. രണ്ടാമത് പറഞ്ഞത് പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഓർ പേഴ്സണൽ ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ. ലാസ്റ്റ് പറഞ്ഞത് ജനറൽ ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. ഓക്കെ, ഇപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക്